ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രം കോതയൂർ ഈ ഒരു പുണ്യ ക്ഷേത്ര സങ്കേതത്തിൽ എത്തിച്ചേർന്ന ഈ ഒരു സ്വീകരണ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് രാവിലെ ഞാങ്ങാട്ടി മുക്കാരത്തിക്കാവ് ദേവീക്ഷേത്ര സന്നിധിയിൽ നിന്നും മേൽശാന്തി കൊളുത്തിയ ദീപം കൊണ്ട് വിഗ്രഹ വിളംബര രഥയാത്രയാണ്. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण 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 हरे हरे राम राम हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम
രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ അത്യപൂർവമായ ആധ്യാത്മിക അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് കൊല്ലങ്കോട് ഗായത്രി മണ്ഡപത്തിൽ വെച്ച് നടക്കുകയാണ്. വിശ്വ പീഡാപഹത്യ എന്ന നാരായണീയ മന്ത്രത്തിലെ നാരായണീയ ഗ്രന്ഥത്തിലെ ഏറ്റവും പ്രധാന ആപ്തവാക്യം മുറുകെ പിടിച്ചുകൊണ്ടാണ് ഈ നാരായണീയ മഹോത്സവം നടത്തുന്നത്. സ്വന്തം വാതരോഗങ്ങൾ മാറാൻ വേണ്ടി മാത്രമല്ല, ഈ ലോകത്തിന്റെ മുഴുവൻ പീഡകളും അകറ്റണം എന്ന ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഭാവിയിൽ ആനുകാലിക പ്രസക്തികൾ നോക്കുന്ന സമയത്ത് ഈ നാരായണീയത്തിന് അതിപ്രധാനമായിട്ടുള്ള പ്രസക്തികൾ വരും എന്ന ഉൾക്കാഴ്ച കണ്ടുകൊണ്ടാണ് ഭട്ടതിരിപ്പാട് ഇത് രചിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ രോഗം മാറ്റുക എന്ന ഒരു ലക്ഷ്യം വെച്ചിട്ടല്ല, ലോകത്തിന്റെ മുഴുവൻ പീഡകളും അകറ്റണം, അതിനുവേണ്ടിയാണ്. അതിൽ മുറുകെ പിടിച്ചുകൊണ്ടാണ് നാരായണീയ മഹോത്സവ സമിതി ഈ കാര്യങ്ങൾ നിർവഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 22 മുതൽ 29 വരെ നടക്കുന്ന പ്രോഗ്രാമുകളിൽ ഏകദേശം നമ്മുടെ ജില്ലയിൽ നിന്നും കൂടാതെ മറ്റു ജില്ലകളിൽ നിന്നും കൂടി 25,000 നാരായണീയരും ഭക്തജനങ്ങളുമായി അവിടെ ഈ 8 ദിവസത്തിനുള്ളിൽ വന്നു ചേരും. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാവിലെ 8:30 പട്ടാമ്പി ഞാങ്ങാട്ടിരി ശ്രീ മുക്കാരത്തിക്കാവ് ഭഗവതി ക്ഷേത്രം മേൽശാന്തി ഭദ്രദീപം തെളിയിച്ചാണ് നമ്മുടെ വിളംബര യാത്ര ശ്രീ ഭഗവാനെയും വഹിച്ചുകൊണ്ടുള്ള ഈ ഭഗവാനെയും നമ്മളവിടെ താൽക്കാലിക പ്രതിഷ്ഠ നടത്തുന്നതും ഗുരുവായൂർ മേൽശാന്തിമാരാണ്. കൊല്ലങ്കോട്, നെന്മാറ, പാലക്കാട് ഭാഗങ്ങളില് ഇതേപോലെ തന്നെ ആ ഭാഗങ്ങളിലും ഒരു വിളംബര യാത്ര നടന്നുകൊണ്ടിരിക്കുക. ഇന്നലെ മുതൽ വില്യാദ്രിനാഥന്റെ മണ്ണിൽ നിന്നും തുടങ്ങി ഇന്നും നാളെയുമായിട്ട് അവിടെയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വിഗ്രഹവും അവിടെ ഒരു താൽക്കാലിക അമ്പലം സൃഷ്ടിച്ച് അവിടെ പ്രതിഷ്ഠ നടത്തുന്നതും ഗുരുവായൂർ മേൽശാന്തിയാണ്. അതുപോലെ തന്നെ ഈ ഉത്സവത്തിന്റെ നാരായണീയ മഹോത്സവത്തിന്റെ ഒരു പ്രസാദം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നാരായണീയ വിളക്കാണ്. ഒരു ഭാഗത്ത് ശ്രീ ഗുരുവായൂരപ്പനെയും മറുഭാഗത്ത് ശ്രീ ചക്രത്തെയും സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു നാരായണീയ വിളക്ക്, അതുപോലെ തന്നെ രാധാ കൃഷ്ണ വിഗ്രഹം, അതുപോലെ തന്നെ ഈ തുടക്ക ദിവസം തന്നെ ധന്വന്തരി ഹോമത്തോടുകൂടി ഗുരുവായൂർ മുൻ മേൽശാന്തി ശ്രീ കിരൺ ആനന്ദിന്റെ നേതൃത്വത്തില് അവിടെ വെച്ച് തയ്യാറാക്കപ്പെടുന്ന നാരായണീയ തൈലം, ഈ 3 കാര്യങ്ങളാണ് ഈ യജ്ഞത്തിൻ്റെതായ നമ്മുടെ പ്രസാദമായിട്ട് നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് നമ്മുടെ ഈ ഭാഗങ്ങളിൽ നിന്ന് നമുക്കത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാം. അതല്ലെങ്കിൽ അതിന് വേണ്ട കൂപ്പണുകൾ ആവശ്യമുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് ബുക്ക് നമ്മുടെ വണ്ടിയിലുണ്ട്. അത് നമ്മുടെ ഗോപിയേട്ടനായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട്. അപ്പോ നാരായണീയ വിളക്ക് അങ്ങനെയുള്ളതൊന്നും നമുക്ക് കടകളിൽ പോയി മേടിക്കാൻ കിട്ടില്ല. അത് ഇതിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. നമുക്ക് ഈ നാരായണീയ മഹോത്സവം നടന്നതിന്റെ ഒരു ഓർമ്മയ്ക്കും നമ്മുടെ വീട്ടില് നമുക്ക് ഭംഗിയായിട്ട് വെക്കാൻ പറ്റാവുന്ന ഒരു വിളക്കാണ് നാരായണീയ വിളക്ക് എന്നുള്ളത്. അപ്പൊ അത് നമ്മളെല്ലാവരും മനസ്സിലാക്കി ഈ നാരായണീയ മഹോത്സവത്തിന്റെ ഈ വിളംബര യാത്രയ്ക്ക് സ്വീകരണം നൽകിയ എല്ലാ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികള്, ക്ഷേത്രം ദാസേട്ടൻ പ്രസിഡന്റ് ദാസേട്ടൻ, ട്രഷറർ പ്രഭാകരേട്ടൻ, അങ്ങനെ ക്ഷേത്രത്തിന്റെ സുനിൽജി, സെക്രട്ടറി സുനിൽജി,
മാതൃസമിതി അംഗങ്ങള്, നാരായണീയ സമിതി അംഗങ്ങള്, ഭക്തജനങ്ങള്, പിന്നെ വാദ്യക്കാര്, ക്ഷേത്ര മേൽശാന്തി, അങ്ങനെ മുഴുവൻ ആളുകൾക്കും ഈ നാരായണീയ മഹോത്സവ സമിതിയുടെ പേരിൽ അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുകൂടാതെ മുഴുവൻ ആളുകൾ, നാരായണീയ പാരായണം നടത്തുന്നവരെ മാത്രമല്ല ഈ നാരായണീയ മഹോത്സവം ഉദ്ദേശിക്കുന്നത്. നാരായണീയ പാരായണം കേൾക്കാനും അവിടെ നടക്കുന്ന പ്രോഗ്രാമുകൾ, ആധ്യാത്മിക പ്രഭാഷണങ്ങൾ, നാരായണീയത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ, കലാപരിപാടികൾ ഇത് ശ്രവിക്കാനും, അതുകൂടാതെ ഈ ഒരു ചരിത്രത്തിൽ ആദ്യമായി നടക്കുന്ന, ഇനി നമ്മുടെ ജില്ലയിൽ ഉണ്ടാവില്ല, അത് കുറെ കഴിഞ്ഞിട്ടാവും, അപ്പൊ അടുത്ത ജില്ലകളിലായിരിക്കും അടുത്ത കൊല്ലങ്ങൾ നടക്കുക. അപ്പൊ നമ്മുടെ ജില്ലയിൽ നടക്കുന്ന ഈ ആധ്യാത്മിക അന്തരീക്ഷം നടക്കുന്ന ഈ നാരായണീയ മഹോത്സവത്തിൽ നമ്മുടെ കാൽപാദങ്ങളും പതിയാൻ വേണ്ടി നമ്മളെല്ലാവരും നമുക്ക് നിശ്ചയിക്കപ്പെട്ട ദിവസം വരാൻ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ദിവസവും അവിടെ വന്ന് പങ്കാളികളാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ്. കൂടാതെ ഇതിനെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ദാസേട്ടനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നാരായണായ നമ. നാരായണീയ മഹോത്സവം, അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതിയുടെ നാരായണീയ മഹോത്സവം കൊല്ലംകോട് ഗായത്രി കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടക്കുകയാണ്. അതിലേക്ക് പറഞ്ഞവരെ ഞാങ്ങാട്ടി അമ്പലത്തിൽ നിന്നും പുറപ്പെട്ട വിളംബര ജാഥ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. നമ്മൾക്ക് വളരെ ഷോർട്ട് നോട്ടീസാണ് കിട്ടിയത്. അതുകൊണ്ട് നമ്മുടെ കഴിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള ഒരു സംഘടന മാത്രമേ ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ. എല്ലാവരും ഇതിൽ പങ്കുചേരണം, എല്ലാവരും അങ്ങോട്ട് എത്തിച്ചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അടുത്തത് നമുക്ക് ഏകദേശം ഞാൻ പറഞ്ഞു, ഒരു ദിവസം 2000-2500, അവസാന ദിവസം വന്നു പോകുന്ന ആളുകളെ കൂട്ടിയാൽ ഏകദേശം 25,000-ഓളം ആളുകൾ അവിടെ വന്നു പോകും, നാരായണീയരും ഭക്തജനങ്ങളുമായി. അവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മൾ ഇങ്ങനെയുള്ള വാഹനങ്ങളിൽ നാരായണീയ സമിതികളിൽ മറ്റു ഭക്തരും സമർപ്പിച്ച ആ സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ഭക്ഷണം പാകം ചെയ്ത് പ്രസാദ ഊട്ട് എന്നുള്ള നിലയ്ക്ക് നൽകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നമ്മൾ സമർപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് സമർപ്പിക്കാം. അതിനുവേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഒരിക്കൽ കൂടി ഞാൻ നമ്മുടെ ക്ഷേത്രം പ്രസിഡന്റിനെയും സെക്രട്ടറിമാരെയും ട്രഷറർമാരെയും എല്ലാവരെയും പ്രത്യേകം നമ്മൾ കൊല്ലംകോടേക്ക് എന്തായാലും ഒരു ദിവസമെങ്കിലും ഒന്ന് വരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തദ്ഭാവദ്ഭാതി സാക്ഷാത് ഗുരുഭവനപുരി അന്തഭാഗ്യം ജനാനാം. ഗുരുവായൂരപ്പ ശരണം. ഈ ഒരു വെയിലത്ത്, അങ്ങനെ തന്നെ പറയണം, കാരണം ഒട്ടും തണുപ്പില്ല നമ്മുടെ ഈ പ്രദേശത്ത്. ഒരു വെയിലത്ത് വളരെ പെട്ടെന്നാണെങ്കിലും അതിഗംഭീരമായിട്ട് തന്നെ ഈ വിളംബര യാത്രയെ സ്വീകരിച്ചു. അതിന് അഗൈതവമായ നന്ദി ഈ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളോട് നാരായണീയ മഹോത്സവ സമിതിയുടെ പേരിൽ രേഖപ്പെടുത്തുകയാണ്. ഇനി അടുത്ത സ്വീകരണ സ്ഥലമായ ചെർപ്പളശ്ശേരിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഒരിക്കൽ കൂടി എല്ലാവരെയും കൊല്ലംകോട്ടേക്ക് ക്ഷണിച്ചുകൊണ്ട് കൊല്ലംകോടേക്ക് ഒന്ന് കാണാം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കാണുന്നു. നാരായണീയ മഹോത്സവം സെപ്റ്റംബർ മാസം 22-ാം തീയതി മുതൽ 29-ാം തീയതി വരെ കൊല്ലംകോട് ഗായത്രി കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടക്കുന്ന വിവരം ഏവരെയും സന്തോഷപൂർവ്വം അറിയിക്കുന്നു. നാരായണീയം കേട്ടുണരുമ്പോൾ നാവിൽ തുടിക്കുന്നു നാരായണ.
64 വർഷങ്ങൾക്ക് മുമ്പ് വാതരോഗത്തിന് ശമനം വരുത്തിയ ഒരു ദിവ്യ ഔഷധമാണ് മേൽപ്പത്തൂർ ഭട്ടതിരിക്കാട് രചിക്കപ്പെട്ട ശ്രീമദ് നാരായണീയം. പാലക്കാട് ജില്ലയിലെ 350ഓളം ആലയസമിതികൾ ചേർന്ന് സമ്പൂർണ്ണ പാരായണം ചെയ്യുന്നു. ലോകശാന്തി